നമ്മൾ ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞിരുന്ന ആ ഒരു ലൈഫ് സ്റ്റോറി ടാസ്ക് വെറും 10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ്. ഇന്നത്തേക്കുള്ള 10 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ്. ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ആ ഒരു ലൈഫ് സ്റ്റോറി ടാസ്ക് ആയിരുന്നു ലൈവിൽ നടന്നത്. ആദ്യം പ്രവീൺ മുന്നോട്ട് വന്ന് നിന്ന് കഥ പറഞ്ഞു. അത് കഴിഞ്ഞ് ജിഷിൻ, സാബുമാൻ, അതേപോലെ മസ്താനി, പിന്നെ വേദ് ലക്ഷ്മി. ഈ ഒരു ഓർഡറിലാണ് ഇവർ ലൈഫ് സ്റ്റോറി പറഞ്ഞത്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റ് ആയിട്ട് കഥ പറഞ്ഞ് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ബാക്കി നാളെ പറയാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ അബ്രപ്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് പറയുന്ന കാഴ്ചയാണ് കണ്ടത്. അതെന്തായാലും നന്നായി. കാരണം അടുത്ത ആൾക്ക് പറയാനായിട്ടുള്ള ഒരു അവസരം ഒരു നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് പ്രവീൺ കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി. അതേപോലെ തന്നെ മസ്താനി കൊടുക്കുന്ന പോലെ തോന്നി, ജിഷിൻ കൊടുക്കുന്ന പോലെ തോന്നി. സാബുമാൻ വളരെ കുറച്ചാണ് പറഞ്ഞത് കേട്ടോ. സാബുമാൻ കാര്യമായിട്ടൊന്നും പറയാനില്ലെന്ന് തോന്നുന്നു. വളരെ കുറവാണ് സാബുമാൻ കഥ പറഞ്ഞത്. മസ്താനിക്കും അതെ, വളരെ കുറവാണ് എന്നാണ് തോന്നുന്നത്. ലൈഫ് സ്റ്റോറി പറയാൻ അങ്ങനെ അധികം ഒന്നും കാണില്ലായിരിക്കും. അപ്പോൾ ഈ രീതിയിലായിരുന്നു ഈ ഒരു ടാസ്ക് നടന്നത് കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് ഇവര് കംപ്ലീറ്റ് ചെയ്തു. 8:26 തുടങ്ങിയ ടാസ്ക് തീർന്നത് 8:36 അപ്പോൾ ഈ രീതിയിൽ ഞാനും ഇതിന് ട്രാക്ക് വെക്കുന്നുണ്ടായിരുന്നു. 10 മിനിറ്റ് സമയം ടൈമർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അനീഷാണ് ടൈമർ നോക്കിയത്. അപ്പൊ ടൈമർ വെച്ചിട്ടാണ് ഇവര് ടാസ്ക് കറക്റ്റ് സമയത്ത് അവസാനിച്ചു എന്ന് ഉറപ്പ് വരുത്തിയത്. അപ്പൊ ലാസ്റ്റ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് നാളെയും ഇതിന്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്കായിരിക്കും പറയേണ്ടത്. ഇവര് വൈൽഡ് കാർഡ്സ് മുന്നോട്ട് വന്ന് നിന്ന് കണ്ടിന്യൂവേഷൻ ആയിരിക്കും പറയേണ്ടത്. അപ്പം ഇവര് ഓരോരുത്തരും ഓരോ പോയിന്റ് വെച്ചിട്ട് ഇവരുടെ കഥ ഇപ്പൊ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പം പ്രവീണിന്റെ കാര്യം പറയാനാണെങ്കിൽ പ്രവീൺ കോളേജ് പഠനകാലത്തെ ആ ഒരു കാര്യത്തിലാണ് നിർത്തി വെച്ചിരിക്കുന്നത്. ജിഷിൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയ ആ ഒരു പോയിന്റിലാണ് നിർത്തി വെച്ചിരിക്കുന്നത്. സാബുമാൻ കാർട്ടൂൺ കണ്ട് വളർന്നൊരു പയ്യനാണെന്ന് പറഞ്ഞ് അവിടെയാണ് സാബുമാന്റെ കഥ എത്തി നിൽക്കുന്നത്. മസ്താനിയുടെ കഥ എന്താണ്, മസ്താനി വളരെയധികം സോഷ്യൽ ആൻസൈറ്റിയോടുകൂടി വളർന്ന, സോഷ്യൽ ഇഷ്യൂസുമായിട്ട് വളർന്ന ഒരു കുട്ടിയാണെന്ന് പറഞ്ഞ് അവിടെയാണ് മസ്താനിയുടെ കഥ എത്തി നിന്നത്. അതേപോലെ തന്നെ വേദ് ലക്ഷ്മിയുടെ സ്റ്റോറി, വേദ് ലക്ഷ്മി എനിക്ക് തോന്നുന്നത് മാരേജിന്റെ അവിടം വരെ, കുട്ടി ഉണ്ടാകുന്ന അവിടം വരെയൊക്കെ വേദ് ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്, ഇതായിരുന്നു ഈ ഒരു ടാസ്ക്. ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.